മബ്റൂറായ ഹജ്ജിന് വലിയ പുണ്യമുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നതാണല്ലോ. സ്വർഗമാണ് മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം എന്ന. സ്വർഗം എന്നതിൻ്റെ വില മനസ്സിലാക്കിയാലേ സ്വർഗം പ്രതിഫലമായി കിട്ടുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. അതേപോലെ സ്വർഗത്തിൻ്റെ വലിപ്പവും മഹത്വവും മനസ്സിലാക്കണമെങ്കിൽ നരകത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നരകം ഒഴിവായി കിട്ടി ഹജ്ജ് മൂലം അല്ലാഹു തആല എന്ന് പറഞ്ഞത് കാണാം. ഇസ്മുൻ വലൗ സഗീറൻ തൻ, ചെറിയ പാപങ്ങൾ പോലും ഉണ്ടാവാത്ത ഹജ്ജ്. ഏത് മുതൽക്ക്? ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാം ചെയ്തത് മുതൽക്ക് രണ്ടാമത്തെ തഹല്ലുൽ വരെ. അപ്പം എന്നാണോ നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത്, അത് ചിലപ്പം ദുൽഹജ്ജ് 5-ന് ഇഹ്റാം ചെയ്യുന്നവരുണ്ടാവും, 6-ന് ഇഹ്റാം ചെയ്യുന്നവരുണ്ടാവും, 7-ന് ഇഹ്റാം ചെയ്യുന്നവരുണ്ടാവും. എന്നാണോ ഹജ്ജിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുന്നത് അതുവരെ ചെറിയ പാപങ്ങൾ പോലും ചെയ്യാത്ത ഹജ്ജ് ചെയ്യുന്നവർക്കാണ് മബ്റൂറായ ഹജ്ജ് എന്ന് പറയാം. അത് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. ഒരാൾ ഒരു ചെറിയ തെറ്റ് ചെയ്തു, ഗീബത്ത് പറഞ്ഞു അറിയാതെ. നമ്മൾ സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ശീലിച്ചു പോന്നതാണ്, ആരെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളത്. അവിടെയൊക്കെ നാം ഇഹ്റാമിലാണ് എന്നൊരു ബോധം നമുക്ക് വേണം. അതിനാണ് തൽബിയത്ത് സുന്നത്താക്കിയത് തന്നെ. നമ്മുടെ നാവിന് പണി തന്നത് എന്തുകൊണ്ടാണ്? ഇഹ്റാമിലായത് മുതൽക്ക് തൽബിയത്ത് സ്വലാത്തൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറഞ്ഞാൽ എന്താ? നാവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയാണ്, നാവ് കൊണ്ട് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചെറുദോഷങ്ങൾ പോലും വരാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത പുലർത്തണം. എത്രത്തോളം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൻ താബ മിൻഹാ ഹാലൻ, ഒരാളൊരു കളവ് പറഞ്ഞു, പക്ഷെ അപ്പോൾ ഓർമ്മ വന്നു ഇഹ്റാമിലാണല്ലോ പടച്ചോനെ, ഞാൻ ഉടനെ തോബ ചെയ്ത്, എന്നാൽ പോലും ആ ഹജ്ജ് മബ്റൂറാവൂല. അപ്പോൾ എത്രമാത്രം സൂക്ഷിക്കണം. അതേപോലെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ സംഘമായിട്ട് പോകുന്നവരാണ്. അപ്പോൾ കൂട്ടത്തിലുള്ള പലരും പുരുഷന്മാരായ ഹാജിമാരാണെങ്കിലും സ്ത്രീകളായ ഹാജിമാരാണെങ്കിലും കൂട്ടത്തിലുള്ളവരോടൊക്കെ നല്ല നിലയിൽ വർത്തിക്കുക. ഒരാളോടും പിണങ്ങാനോ ചീത്ത പറയാനോ തെറി പറയാനോ അനാവശ്യങ്ങൾ സംസാരിക്കേണ്ടുന്നതോ ഇടവരുത്താതെ സൂക്ഷിക്കുക. പരസ്പരം തെറ്റേണ്ടി വരും എന്ന് കണ്ടാൽ ഉടൻ എന്ത് ചെയ്യുക? വേർപിരിഞ്ഞ് ആ സുഹൃത്തിനോട് മാറ്റി വെക്കുക, വേറെ സുഹൃത്തിനെ സ്വീകരിക്കണം. സുഹൃത്തുക്കളും കൂട്ടുകാരികളൊക്കെ ഉണ്ടാകുന്ന നല്ലതാണല്ലോ. അതേപോലെ ഹജ്ജിന് ഗ്രൂപ്പായി വരുന്നവർ, സംഘമായി വരുന്നവർ, അവരുടെ അത് സർക്കാർ ഹജ്ജാണെങ്കിലും പ്രൈവറ്റ് ഹജ്ജാണെങ്കിലും അമീർമാരിൽ നിന്ന് തെറ്റുകൾ വന്നേക്കാം, പോരായ്മകൾ വന്നേക്കാം, കൂടെയുള്ള വളണ്ടിയർമാരിൽ നിന്ന് പോരായ്മകൾ വന്നേക്കാം. അവരെ ഒന്നും ചീത്ത പറയാനോ അവരെക്കുറിച്ച് ഗീബത്ത് പറയാനോ അവരെക്കുറിച്ച് നമീമത്ത് പറയാനോ ഒന്നും ഇഹ്റാമിൻ്റെ വേളയിൽ ശ്രമം നടത്താതിരിക്കുക. ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുക, ഉള്ള സൗകര്യങ്ങളെ കുറ്റം പറയാതിരിക്കുക. അതുപോലെ യാത്രാ സംബന്ധമായ പ്രയാസങ്ങൾ നേരിടും, അതിനൊന്നും നമ്മൾ ദേഷ്യം പിടിക്കുകയോ മറ്റൊരാളെ ചീത്ത പറയുകയോ നമ്മുടെ കൊടുത്ത പൈസ കൊടുത്തത് എന്തിനാ, ഇതിനൊക്കെ അല്ലേ പൈസ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് പരാതികളും പരാധീനതകളും പറയാതിരിക്കാം. അതേപോലെ കളബ്, ഗീബത്ത്, നമീമത്ത് പൊരുളിൽ നിന്നൊക്കെ സൂക്ഷിക്കാം. അതുപോലെ ഗവൺമെൻറ്റിന് ചീത്ത പറയാം, ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും നയങ്ങളിലോ തീരുമാനങ്ങളിലോ ഒക്കെ പോരായ്മ വന്ന് അതൊന്നും ചെയ്യാതിരിക്കാം. അതേപോലെ ചുരുക്കി പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാരെ നോക്കുക പോലും ചെയ്യാൻ പാടില്ല. ഒരു ഹജ്ജ് ചെയ്യുന്ന ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുരുഷനാണെങ്കിൽ അന്യ പെണ്ണിനെ ഉദ്ദേശപൂർവ്വം നോക്കാതിരിക്കുക, സ്ത്രീയാണെങ്കിൽ അന്യ പുരുഷനെ നോക്കാതിരിക്കുക. ഇതൊക്കെ എന്താണ്? ചെറുദോഷങ്ങളാണ്. ആ ചെറുദോഷങ്ങൾ ഉണ്ടായാൽ പോലും എന്താവില്ല, തൗബ ചെയ്താൽ പോലും ആ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ മബ്റൂറാവുകയില്ല എന്നതാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ നാം നോമ്പിന് നമുക്കൊരു പ്രത്യേക മാനസിക അവസ്ഥ ഉണ്ടാവും. നോമ്പ് നോറ്റാൽ നമുക്ക് ഗീബത്ത് പറയാൻ തോന്നൂല, കളവ് പറയാൻ തോന്നൂല, ഹറാമുകൾ ചെയ്യാൻ തോന്നുകയില്ല, കൃത്യമായി നിസ്കരിക്കണമെന്ന് ഓർമ്മ വരും എന്നതുപോലെ. അതിനാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് തൗബ ചെയ്യണം, പ്രത്യേകമായി ഒരുങ്ങണം, ശാരീരികമായ തയ്യാറെടുപ്പ് നടത്തണം, മാനസികമായ തയ്യാറെടുപ്പ് നടത്തണം എന്നൊക്കെ പറഞ്ഞതിനാ നമുക്കൊരു പ്രത്യേക ആത്മീയമായ ഒരു അവസ്ഥ നമ്മുടെ ഇഹ്റാമിനോട് കൂടെ കിട്ടണം. ഖുർആനിൽ തന്നെ പറഞ്ഞതല്ലേ അല്ലാഹു തആല ഹജ്ജിൽ ലാ റഫസ വലാ ഫുസൂഖ, മുഖം തുറന്നിട്ട് നടക്കാൻ പറഞ്ഞു. കൈമറച്ച് നടക്കുന്ന പെണ്ണിനോട് കൈ മറക്കരുത് എന്ന് പറഞ്ഞു. ഇതെന്തിനാ ഈ അടയാളങ്ങൾ നമുക്ക് തന്നത്? ഞാനൊരു ഇബാദത്തിലാണ്, ആ ഇബാദത്തിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കൊണ്ട് ഞാനൊരു അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ല, ഇഹ്റാമിലാണുള്ളത്. ഞാനൊരു അന്യ പുരുഷനെ നോക്കാൻ പാടില്ല, ഇഹ്റാമിലാണുള്ളത്. കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല എന്ന ബോധം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഡ്രസ്സും പ്രത്യേക തൽബിയത്താകുന്ന ദിക്റുമൊക്കെ
നമ്മോട് ഉരുവിട്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞത്. അപ്പം നന്നായി ശ്രദ്ധിക്കുക. ഇഹ്റാം ചെയ്തത് മുതൽക്ക് രണ്ടാമത്തെ തഹല്ലുൽ വരെ തെറ്റുകുറ്റങ്ങൾ വരാതെ ചെറു ദോഷങ്ങൾ, വൻ ദോഷങ്ങളൊന്നും ചെയ്യണ്ട, ചെറു ദോഷങ്ങളും പോലും വരാത്ത ഹജ്ജിനെ കുറിച്ചാണ് മബ്റൂറായ ഹജ്ജ് എന്ന് പറയുക. അഥവാ സ്വർഗമാകുന്ന വലിയ പ്രതിഫലം കിട്ടുന്ന ഹജ്ജായി മാറുക. അപ്പം എല്ലാവരും, എല്ലാ ഹാജിമാരായ പുരുഷന്മാരും ഹജ്ജുമ്മമാരായ സ്ത്രീകളുമൊക്കെ ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. തൻ്റെ പക്കൽ നിന്ന് ഹറാമുകൾ വന്നു പോകുന്നുണ്ടോ, തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ടോ, ഖിബർ വരുന്നുണ്ടോ, ഹസദ് വരുന്നുണ്ടോ, റിയാ വരുന്നുണ്ടോ, ഇതൊക്കെ സൂക്ഷിക്കണം. അതെല്ലാം സൂക്ഷിക്കൽ കടപ്പെട്ടവരാണ് ഹജ്ജിലാവുന്ന സമയത്ത്. അപ്പം മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ കലരാത്ത ഹജ്ജ് എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്തത് മുതൽക്ക് അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തത് മുതൽക്ക് തഹല്ലുലാകുന്നത് വരെ ഒരു പുരുഷനാണെങ്കിൽ ഒരന്യ പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് നോക്കാതെ ആ കർമ്മം പൂർത്തിയാക്കാൻ കഴിയുക എന്നത് വലിയ പാടാണ്, വലിയൊരു ജിഹാദാണ്, ഒരു യുദ്ധമാണ്, ഒരു വലിയ ശ്രമമാണ്. ഒരു പെണ്ണും അതുപോലെ തന്നെ ഒരു അന്യ പുരുഷനെ മനഃപൂർവ്വം നോക്കാതെ ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിൻ്റെ യഥാർത്ഥ റിസൾട്ടുകൾ ഇന്ന് കാണാത്തതും. ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ അല്ലെ, ചില ഗ്രൂപ്പുകളൊക്കെ പറയാറില്ലേ, അപ്പോൾ ഞങ്ങൾ 7 ഉംറ ചെയ്യിപ്പിച്ചു, 8 ഉംറ ചെയ്യിപ്പിച്ചു, അത്ര ഉംറ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു. എന്നിട്ടും അവരിൽ എന്ത് കാണുന്നില്ല? ഈ ഹജ്ജിൻ്റെ ആത്മീയത കാണുന്നില്ല, ഹജ്ജിൻ്റെ ആ പവിത്രത കാണുന്നില്ല. അതെന്താ? ഈ ഹജ്ജ് മബ്റൂറാകുന്നില്ല, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അതിൽ വന്നു പോകുന്നുണ്ട്. അപ്പം അത് നന്നായി ശ്രദ്ധിക്കാം. ഹജ്ജ് സ്വീകരിച്ചതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അവൻ പിന്നീട് പാപങ്ങളിൽ ഇടപഴകാതിരിക്കുക, തെറ്റുകുറ്റങ്ങളിൽ ഇടപെടാതിരിക്കുക. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ജീവിതത്തിലുണ്ടായിരിക്കുക. അതുപോലെ മറ്റൊരാളെയും തന്നെക്കാൾ മോശമാണ് എന്ന ചിന്ത വരാതിരിക്കുക, എല്ലാവരെക്കാളും മോശപ്പെട്ടവൻ ഞാനാണ് എന്നുള്ള ആ താഴ്മ ഉണ്ടാവുക, ഖിബറില്ലാതിരിക്കുക. ഇതൊക്കെ ഹജ്ജ് സ്വീകരിച്ചതിൻ്റെ അടയാളങ്ങളാണ് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്വീകരിച്ച മബ്റൂറായ ഹജ്ജുകളുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹജ്ജിനെയും ഉംറയെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. തെറ്റുകുറ്റങ്ങൾ വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുക. എന്ത് തെറ്റുകൾ വന്നാലും തോബ ചെയ്യണ്ട എന്നല്ല പറഞ്ഞത്, തോബ ചെയ്യണം. എത്ര തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഉടനെ തോബ ചെയ്യാനും ഖേദിച്ചു മടങ്ങാനും സ്വീകരിക്കാൻ വേണ്ടി മബ്റൂറാവാൻ വേണ്ടി ഒക്കെ നമ്മൾ മക്കത്ത് വെച്ചും മദീനത്ത് വെച്ചും ഒക്കെ നന്നായി ദുആ ചെയ്യുകയും വേണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. എന്നിട്ട് പോലും അവസാനം രണ്ടാളും ദ്വാരുന്ന റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഈ ശ്രമം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അപ്പോൾ അത് നമ്മളും വർദ്ധിപ്പിക്കുക. തവാഫിലൊക്കെ ആ ദുആ വർദ്ധിപ്പിക്കുക. നമ്മുടെ ദിക്റിലെ കൂട്ടത്തിൽ ആ ദുആ ഉണ്ട്, അത് നമ്മൾ വർദ്ധിപ്പിക്കുക. തവാഫിലും സഅയിലും പടച്ചവനെ സ്വീകരിക്കണേ. തെറ്റുവന്ന് പോയിട്ടുണ്ട്, അപാകതകൾ വന്നിട്ടുണ്ട്, അന്യ പെണ്ണിനെ നോക്കിയിട്ടുണ്ട്, അന്യ പുരുഷനെ നോക്കിയിട്ടുണ്ട്, ഗൈബത്ത് പറഞ്ഞത്, പക്ഷേ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, എൻ്റെ ഹജ്ജ് നീ മബ്റൂറാക്കണമെന്ന് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹജ്ജുകളൊക്കെ സ്വീകരിക്കട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സുരക്ഷിതമായി ഹജ്ജ് ചെയ്യാനും സിയാറത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.